ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതാണ് ഉള്ളിയില, സ്പ്രിംഗ് ഒനിയൻ എന്ന് പറയും. അപ്പം നമ്മൾ ഈ സ്പ്രിംഗ് ഒനിയൻ കൊണ്ടുള്ള ഒരു മസാല തോരൻ എന്ന് പറയാം, മസാല അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ആക്ച്വലി നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. നല്ല എന്താ പറയുക, വളരെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പം ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ആദ്യം ഞാനിത് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി. ആക്ച്വലി ഇന്നലെ രാവിലെ മേടിച്ചുകൊണ്ട് വന്നതായിരുന്നു. അത് സമയമില്ലായിരുന്നു ഓഫീസിൽ പോകാനുള്ള തിരക്ക് കാരണം. അപ്പോൾ അത് കുറച്ച് ചീത്തയായി. ബാക്കി ഞാൻ വൃത്തിയാക്കി എടുത്തേക്കാണ്. ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. കൂട്ടത്തിൽ ഒരു വലിയ ടൊമാറ്റോയും ഒരു ചെറിയ ടൊമാറ്റോയും അതരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത്. ഇത് പല രീതിയിലും ഉണ്ടാക്കാം. പച്ചമുളകും ഒക്കെ ഇട്ട് ഇത് വഴറ്റിയിട്ട് തേങ്ങ തിരുമ്മിയിട്ട് തോരൻ ഉണ്ടാക്കാം. പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറുപയർ പരിപ്പിൻ്റെ കൂടെ ഇട്ട് കറി ഉണ്ടാക്കാൻ പറ്റും. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ടൊരു മസാല. ഇത് ഞാൻ പച്ചമുളക് പോലും ഇടുന്നില്ല, ചുവന്ന മുളകാണ് ഇടുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. നമ്മൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കടായി വെച്ചു. കടായിൽ ഒരു 2.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു. റീഫൈൻഡ് ഓയിലാണ്. അതിലേക്ക് കടുക് ഇട്ടു. ഇനി കടുക് ഒന്ന് പൊട്ടി വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടി വന്നു. ഞാൻ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തു. കൂട്ടത്തിൽ തന്നെ വെളുത്തുള്ളി, ഒന്ന് മൂത്ത് വന്നു. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച ഉള്ളിയില ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഉള്ളിയിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു ഹീപ്ഡ് ടീസ്പൂൺ മുളക് പൊടി, ഇത്തിരി കൂടി ഇടാം, 1.5 ടീസ്പൂൺ മുളക് പൊടി. അപ്പം ഇത് ഈ ഉള്ളിയുടെ കൂടെ വഴന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. ഉള്ളി വേഗം ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി ഇതൊന്ന് ശരിക്കും വഴന്ന് വന്നിട്ട് വേണം നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നു. ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഈ ടൊമാറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. നമുക്കൊരു അടപ്പ് വെക്കാം. ഇപ്പോൾ നമ്മൾ ടൊമാറ്റോ ഒന്ന് ശരിക്കും വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടിക്കൊരു അടപ്പ് വെച്ചു. നമ്മുടെ കറിയിൽ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നു. ഈ സമയത്ത് ഉപ്പ് നോക്കണം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി കുറവായിരുന്നു, ചേർത്ത് കൊടുത്തു. ഇനി ലാസ്റ്റിൽ നമുക്ക് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാലയോ അങ്ങനെ എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പക്ഷേ ഇവിടെ ആർക്കും മസാലയിൽ അധികം താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ വെറും മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നത് കപ്പലണ്ടിപ്പൊടിയാണ്. നമ്മളിതിലേക്ക് ഒരു 3 ടീസ്പൂണാണ് ടേബിൾ സ്പൂണാണ് കപ്പലണ്ടിപ്പൊടി ചേർത്തത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മളെ നാട്ടിൽ തേങ്ങ ചേർക്കുന്നതിന് പകരമാണ് നോർത്ത് ഇന്ത്യൻസ് കപ്പലണ്ടിപ്പൊടി ചേർക്കുന്നത്. തേങ്ങ ചേർക്കേണ്ടവർക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ ചേർക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ ടൊമാറ്റോ സാധാരണ ഇടാറില്ല. തേങ്ങ ചേർക്കുവാണെങ്കിൽ പച്ചമുളകും പിന്നെ വേണേൽ ഇത്തിരി ജീരകപ്പൊടി അങ്ങനെയൊക്കെ ഇടാറുള്ളൂ. ഇത് നമ്മൾ തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കിയത് കൊണ്ടാണ് ടൊമാറ്റോ ഒക്കെ ഇട്ടത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കണം. സ്പ്രിംഗ് ഒനിയനൊക്കെ കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ പുറത്ത് താമസിക്കുന്ന മലയാളികൾക്കൊക്കെ ആണെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. പിന്നെ
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.